Making a poster, PowerPoint presentation, introduction to MS Publisher, working with MS Publisher, പിന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഇതുപോലെ നമുക്ക് പഠിക്കാനും ഉണ്ട്. അതിനോടൊപ്പം എന്താണ്ട് വർക്കുകളും എക്സസൈസസും ഒക്കെ ഉണ്ട്. അങ്ങനെയുണ്ട്. അടുത്ത ടെക്സ്റ്റിന്റെ പേര് ക്യൂരിയോസിറ്റി എന്നാണ് ഗൈസ്. ഇത് സയൻസിന്റെ ടെക്സ്റ്റ് ബുക്കാണ്. മാത്സിനെ കൂട്ടി തന്നെ ഭയങ്കര ഹ്യൂജ് ആണ് ഈ ടെക്സ്റ്റ് ബുക്ക്. ഞാൻ പറയുന്നത് 12 ചാപ്റ്റേഴ്സ് ഉണ്ട് സയൻസിന്. പ്രാവശ്യം chapters in the wonderful world of science, diversity in the living world, mindful eating, a path to a healthy body, exploring magnets, measurement of length and motion, materials around us, temperature and its measurement, a journey through states of water, methods of separation in everyday life, living creatures exploring their characteristics, nature's treasure beyond earth. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ്. മൊത്തത്തിൽ 233 പേജസ് ആണ് ഇതിന് ടെക്സ്റ്റിനുള്ളത്. ദ വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ് കണ്ടോ? കുറെ പഠിക്കാനുണ്ട്. ഒരു ചാപ്റ്റർ ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ആണ്. അതായത് ആക്ടിവിറ്റീസ് മാത്രം കുറച്ചേ ഉള്ളൂ. കണ്ടോ ആക്ടിവിറ്റീസ്. ക്യൂരിയോസിറ്റി അവിടെ ഇരിക്കട്ടെ. അടുത്തത് ഇംഗ്ലീഷ് ഫോർ ദ ന്യൂ വേൾഡ്. അത് അടുത്ത ടെക്സ്റ്റ് ആണ്, രണ്ടാമത്തെ ടെക്സ്റ്റ് ആണ്. ഇത് റീഡറാണ്. ഇതാണെന്ന് തോന്നുന്നു മെയിൻ പഠിക്കാനുള്ള ടെക്സ്റ്റ്. ഇതിനകത്താണ് ആൻസർ ദ ഫോളോയിങ് ഒക്കെ ഉള്ള. മറ്റേതിനകത്ത് ഉണ്ട് ആൻസർ ദ ഫോളോയിങ്. ഇതാണെന്ന് തോന്നുന്നു മെയിൻ ടെക്സ്റ്റ്. ഇതിന് എത്ര ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് നോക്കാം. 5 യൂണിറ്റ്സ് ഉണ്ട്, 15 ചാപ്റ്റേഴ്സും ഉണ്ട്. യൂണിറ്റ് 1 നേച്ചർ ആണ്. നേച്ചറിനകത്ത് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടൻസ് ആണ് ഇത്, വായിക്കാം. The king and the tree goddess, trees save trees. Unit 2 the clever escape, do it now, preparation the game changer. Unit 3 wit and hammer ആണ്. Uncle Podger hangs a picture, magnificent in a hurry, seen but not heard. Unit 4 sea and sand ആണ്. അതിനകത്ത് welcome to Fort Aguada, paint the tide has turned. Unit 5 internet ആണ്. അതിനകത്ത് my chickens on the internet, what's your story, I am Ryan. എൻ്റെ അനിയൻ്റെ പേരും ഉണ്ട് അതിനകത്ത്. അപ്പോൾ അത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 15 ചാപ്റ്റേഴ്സ്. സോ ഇതുപോലെ കുറേ കഥകളും കാര്യങ്ങളും വാമപ്സും ഉണ്ട്. അതിൻ്റെ ഓതേഴ്സ് ആക്ടിവിറ്റീസ് കുറേ ഉണ്ട്. തുടങ്ങട്ടെ. ഗൈസ് അടുത്തത് ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്ക് ആണ് കേട്ടോ. ഹിന്ദി ഇപ്രാവശ്യം നല്ല പാടാണ് ഗൈസ്. ഹിന്ദിയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഹിന്ദിയുടെ കണ്ടൻസ് മാത്രം കൊടുത്തിട്ടില്ല, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്നൊന്നും. ഹിന്ദിക്ക് ഫുള്ള് 15 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ, എന്നുവെച്ചാൽ ഇവിടെ കണ്ടൻസ് ആയിട്ട് കൊടുത്തിട്ടില്ല അവര്, അതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. പേര് ഞാൻ പറയുന്നില്ല, നമുക്കറിയാലോ ഫുള്ളിലി ഓഫ് കുറെ വർക്കുകളുണ്ട്. ഇതാ വർക്കുകൾ കണ്ടില്ലേ. പിന്നെ കഥകളും കാര്യങ്ങളും പോയംസും ഒക്കെ ഉണ്ട്. വർക്കുകൾ, മീനിങ്സ്, പര്യായം, അങ്ങനെ കുറെ ഉണ്ട്. വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ ഇംഗ്ലീഷിന്റെ കഴ്സീവ് റൈറ്റിംഗ് ആണ് കേട്ടോ. മലയാളത്തിന്റെയും ഹിന്ദിയുടെയും കഴ്സീവ് റൈറ്റിംഗ് നമുക്ക് കിട്ടിയില്ല. സ്കൂള് ഓർക്കുമ്പോഴേ കിട്ടത്തുള്ളൂ കേട്ടോ. ബിഗിനേഴ്സ് കഴ്സീവ് റൈറ്റിംഗ് ആണ്. ചേച്ചി അപ്പൊ കുട്ടപ്പാട് ടെക്സ്റ്റ് ബുക്ക് എന്നാണ് കിട്ടുന്നത്, പക്ഷെ അവനെ വാങ്ങിക്കാൻ പോകുന്നുള്ള കാര്യത്തിൽ കുറച്ച് സംശയമുണ്ട്. സോ ഗൈസ് ഇത് ഇംഗ്ലീഷിന്റെ ലാസ്റ്റ് ബുക്കാണ്, വർക്ക് ബുക്കാണ് ഇംഗ്ലീഷിന്റെ കേട്ടോ. ഇതിനകത്ത് ഫുൾ ഓഫ് വർക്ക്സ് ആണ്.
പിന്നെ റീഡിങ്ങിന് വേണ്ടിയിട്ട് അവർ പോർഷൻസ് കൊടുത്തിട്ടുണ്ട്. റീഡിങ്ങിനകത്തു നിന്നും ക്വസ്റ്റ്യൻസ് തന്നെ കുറേ ചോദിക്കും. ഇതിന് പ്രത്യേകിച്ച് ചാപ്റ്റേഴ്സും പോർഷൻസും ഇല്ല ഗൈസ്. അടുത്തത് ആർട്ട് പീരീഡിലെ ഡ്രോയിങ് ബുക്കാണ്. ലാസ്റ്റ് വൺ അക്ഷരപ്പൂവാടി മലയാളത്തിൻ്റെയാണ്. ഇതിനകത്ത് കുറേ അതിൻ്റെ ചാപ്റ്റേഴ്സ് പറയാൻ മറന്നുപോയല്ലോ. ചാപ്റ്റേഴ്സ് പറയാം. ഉള്ളടക്കം കൃഷ്ണന്റെ കുറേ കഥകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ വർഷം. ഭയങ്കര പാടാണ്. വാത്സല്യപുരം, സർക്കസ്, ബാലനോവലും ബാലപാഠവും, പ്രാചീന കവിത്രയം, ധനമോഹം, വെനീസിലെ വ്യാപാരി, ജലം ജീവന്റെ ആധാരം, കൊച്ചു പണ്ഡിതൻ, ദാനവീരനായ കർണൻ, വിളക്കേന്തിയ വനിത, തിരുപ്പിറവി, ബാലഭാവനയുടെ അതുല്യ വിസ്മയം, പെൺകരുത്ത്, വെള്ളത്തിലായ രാവണൻ, കഥകളിയുടെ കഥ, പലതുള്ളി പെരുവെള്ളം, പതിറ്റടിയോട്. ഇത്രയാണ്. കഥകളും പോംസും ഒക്കെ കുറേ ഉണ്ട്. ഇതുപോലാണ് പോയംസ് വരുന്നത്. ആൻഡ് ഇതുപോലാണ് കഥകളൊക്കെ വരുന്നത്. ഇതുപോലാണ്. പിന്നെ വർക്കുകളും വർക്കുകളും ഒക്കെയാണ് ഇവിടെ. ഫുള്ളിലി എൻ്റെ ബുക്സ് കഴിയുന്നുണ്ട്. എനിക്കൊരു ഇതനുസരിച്ച് മലയാളം